ഒരു പുതിയ തുടക്കത്തിനായി എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന ചിന്തയിലിരിക്കുമ്പോഴാണ് നേരെ അൽസീഫിലേക്ക് പോയാലോ. റൂമിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രമാണ് അൽസീഫിലേക്കുള്ള ദൂരം. മെട്രോയിൽ വരുന്നവർക്ക് ബുർജുമാൻ സ്റ്റേഷനിലെ എക്സിറ്റ് നമ്പർ 1 ഇറങ്ങിക്കഴിഞ്ഞാൽ അൽസീഫിലേക്ക് എത്താവുന്നതാണ്. ബുർജുമാൻ മെട്രോ സ്റ്റേഷൻ അടുത്ത് നിന്ന് ഏകദേശം 3-3.5 കിലോമീറ്റർ ഉണ്ടാവും അൽസീഫിലേക്കുള്ള ദൂരം. ദുബായിലുള്ളവർ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ദുബായിയുടെ ഒരു ഐക്കോണിക് പ്ലേസ് തന്നെയാണ് ഈ അൽസീഫ്. അങ്ങനെ ഫൈനലി അൽസീഫിലേക്ക് എത്തി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നതാണ് അൽസീഫിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. അതാണ് ദേര, അതായത് ബനിയാസ്. എല്ലാ 10 മിനിറ്റിലും RTയുടെ ബോട്ട് സർവീസ് ബനിയാസിലേക്കുണ്ട്. വെറും 2 ദിറംസ് മാത്രമേ അതിന് ചാർജ് വരുന്നുള്ളൂ. വൈകുന്നേരങ്ങളിൽ ഫാമിലിയുമൊത്തോ ഫ്രണ്ട്സുമൊത്തോ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് അൽസീഫ്. ഒരു സൈഡിൽ ദോ ക്രൂസുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ദോ ക്രൂസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ദേരയിലേക്ക് പോയിട്ട് വന്നാലോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏകദേശം 4 ദിറംസ് മാത്രമേ ചാർജ് വരുന്നുള്ളൂ. ഒരു ബോട്ട് എക്സ്പീരിയൻസും ആകും. ബോട്ടെടുത്ത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ ബനിയാസിലേക്ക് എത്തി. ഇവിടെ ഇറങ്ങി ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് നിന്ന് അടുത്ത ബോട്ടിൽ തിരിച്ച് അൽസീഫിലേക്ക് തന്നെ പോകാം. കാത്തിരിപ്പിനൊടുവിൽ അവിടുത്തെ ഡ്രൈവർ ചേട്ടൻ വന്ന് ബോട്ടെടുത്തു. വെറും 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ അൽസീഫിലേക്കുള്ള ദൂരം. വളരെ മനോഹരമായ ബോട്ട് യാത്രയ്ക്ക് ശേഷം നേരെ തിരിച്ച് അൽസീഫിലേക്ക് തന്നെ എത്തി. ഇവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ അൽസീഫിലെ തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള സൂക്ക് മാർക്കറ്റിലേക്കാണ്. സൂക്ക് മാർക്കറ്റിൻ്റെ എൻട്രൻസിൽ തന്നെ 1-2 ഐസ്ക്രീം ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ സൂക്ക് മാർക്കറ്റ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അൽസീഫ് സൂക്ക് മാർക്കറ്റ് പണി സ്റ്റാർട്ട് ചെയ്തത് 2012-ലാണ്. അത് കഴിഞ്ഞ് 2017 ഇത് ടൂറിസ്റ്റുകൾക്കായി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ട്രഡീഷണലായിട്ടുള്ള പഴമയുടെ നേർചിത്രം തന്നെയാണ്. ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഓരോ മണൽത്തരിയിലും, അതുപോലെ തന്നെ ഓരോ മണൽത്തരിയിലും ഓരോ വസ്തുവിലും അവർ ആ പഴമയുടെ സൗന്ദര്യം എന്താണെന്ന് വളരെ വ്യക്തമായി വരച്ച് കാട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ദോ ക്രൂസുകൾ തന്നെയാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് വളരെ ഭംഗിയാണ്. അതുപോലെ തന്നെ ക്രൂയിസ് ഡിന്നറിന് ഇവർ ചാർജ് ചെയ്യുന്നത് പെർ പേഴ്സണ് 50 AED ആണ്. ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, ക്രാഫ്റ്റ് ഷോപ്പുകൾ, ഐസ്ക്രീം ഷോപ്പുകൾ, പെർഫ്യൂം ഷോപ്പുകൾ, ഇതൊക്കെ തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് പഴമയുടെ സംസ്കാരത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്ന വേറൊരു നഗരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം. ഇവിടെ ദുബായിൽ നിങ്ങൾക്ക് പഴയ കൾച്ചറിനെയും കാണാൻ സാധിക്കും, അതുപോലെ തന്നെ പുതിയ കൾച്ചറിനെയും കാണാൻ സാധിക്കുന്നു. കണ്ടില്ലേ, ആ ഡോറിൽ പോലും ആ പഴമയുടെ സൗന്ദര്യം വളരെ വ്യക്തമായിട്ട് കാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, ആ ലൈറ്റിൽ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും ആ പഴമയുടെ മനോഹാരിത. ഇനി ഇവിടുത്തെ കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വരാം.
സൂക്കിനുള്ളിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ സെൻറ്റർ പോർഷനിലേക്കാണ് എത്തിയത്. ഇവിടെ ഒരു സൈഡിൽ ന്യൂ ജനറേഷനും ഓപ്പോസിറ്റ് സൈഡിൽ ഓൾഡ് ജനറേഷനും വളരെ മനോഹരമായി തന്നെ കാണാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എല്ലാ വർഷവും നാഷണൽ ഡേയുടെ ന്യൂ ഇയറിനെന്നും ദുബായിലൊട്ടാകെ നടക്കുന്ന ഫയർ വർക്സുകളിൽ ഒരു സ്ഥലം അൽസീഫാണ്. ലാസ്റ്റ് ന്യൂ ഇയറിന് നടന്ന ഫയർ വർക്സിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അൽസീഫിലേക്ക് വരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വൈകുന്നേരങ്ങളിൽ മാത്രം വരാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അൽസീഫിൻ്റെ യഥാർത്ഥ ഭംഗി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഹായ്.